നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ, നമ്മുടെ ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ. ഈ ബറക്കത്തെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പറയും ബറക്കത്തിന് ദ്വാരക്കണം. നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ ബറക്കത്തിന് ദ്വാരക്കാറുണ്ട്. പ്രത്യേകിച്ച് നിക്കാഹിലും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ബറക്കല്ലാഹു ലക്കുമ. ഈ ദമ്പതികൾക്ക് അല്ലാഹുവേ ഈ ബറക്കത്ത് ചെയ്യണം. എന്താണ് ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? അത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു പ്രത്യേക പരിരക്ഷയാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമേ അല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നിസ്കരിച്ചിട്ട് ദ്വാരക്കണം, സുന്നത്ത് നിസ്കരിച്ചിട്ട് ദ്വാരക്കണം, ഖുർആൻ ഓതിയിട്ട് ദ്വാരക്കണം, അതുപോലെ സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരക്കണം, ഇൽമിന്റെ മജ്ലിസുകളിൽ ഇരിക്കുമ്പോൾ ദ്വാരക്കണം, സ്വലാത്തിന്റെ ദിക്റിന്റെ മജ്ലിസുകളിൽ ഇരിക്കുമ്പോൾ ദ്വാരക്കണം, കുടുംബ സംഗമങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കുടുംബങ്ങൾ സംഗമിക്കുക എന്നത്. കുടുംബ സംഗമങ്ങളിൽ ദ്വാരക്കണം. നമ്മൾ ദാനധർമ്മം ചെയ്തിട്ട് ദ്വാരക്കണം. അല്ലാഹുവേ എനിക്ക് ബറക്കത്ത് നീ ഏറ്റിത്തരണേ അല്ലാഹ്. എന്തിനൊക്കെ എനിക്ക് ആയുസ്സിൽ അല്ലാഹുവേ ബറക്കത്ത് ചെയ്യണം. ആ ബറക്കത്ത് കുറഞ്ഞു പോയാൽ ചിലപ്പോൾ ആയുസ് കുറഞ്ഞിട്ട് നമ്മൾ മരിച്ചു. അല്ലാഹുവിന്റെ സമയങ്ങളിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനേ. ആ ബറക്കത്തില്ലാത്തതുകൊണ്ട് നമ്മൾ പലരും പറയാറുണ്ട് സമയമില്ല, ഒന്നിനും സമയമില്ല, കിട്ടുന്ന സമയം മുഴുക്കുന്നില്ല. അപ്പൊ ബറക്കത്തുണ്ടെങ്കിലേ മുഴുക്കുകയുള്ളൂ. എന്ത് കിട്ടിയാലും നമുക്ക് മുഴുക്കുകയുള്ളൂ. അതുകൊണ്ട് ബറക്കത്തിന് ദ്വാരക്കണം. അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവിടുന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, 3 കാര്യങ്ങൾ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ഒരു കാലഘട്ടം വരും. അപ്പോൾ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കണേ. 3 കാര്യങ്ങൾ ഭൂമിയിൽ നിന്ന് അല്ലാഹു അങ്ങ് തിരിച്ചെടുക്കുന്ന ഒരു കാലഘട്ടം ലോകത്ത് വരും. അങ്ങനെ ആ ഒരു കാലഘട്ടം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ശരിക്ക് ഇബാദത്ത് ചെയ്ത് നിങ്ങളുടെ വ്യക്തി ജീവിതവും കുടുംബ ജീവിതവും നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗം അവന്റെ തൃപ്തി പ്രാപിക്കാൻ നിങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാ. 3 കാര്യങ്ങൾ ലോകത്ത് അത് ഇല്ലാതായി വരുന്നത് നിങ്ങൾ കണ്ടാൽ ഖിയാമത്ത് നാൾ അടുത്തു, ഞാൻ ആഖിർ സമാനിനോട് അടുത്തിരിക്കുന്നു. എന്തെങ്കിലും ചെയ്ത് നന്മകൾ ചെയ്ത് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം. അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്. ഒന്നാമതായി അല്ലാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ഭൂമിയിൽ നിന്ന് 3 കാര്യങ്ങൾ ഇല്ലാതാകുന്നതിൽ ഒന്നാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ബറക്കത്ത് ഭൂമിയിൽ നിന്ന് അല്ലാഹു ക്രമേണ ഉയർത്തിക്കളയും. അല്ലാഹു ഭൂമിയിൽ നിന്ന് ബറക്കത്ത് ക്രമേണ ഉയർത്തും. അങ്ങനെ ബറക്കത്ത് ഉയർത്തിക്കളഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഭൂമിയിലുള്ള ജീവിതം പ്രയാസമാണ്. നിങ്ങളുടെ ഓരോ സമയത്തിലും ഇത് ബറക്കത്തുണ്ടാവില്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവില്ല, നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസത്തിൽ ബറക്കത്തുണ്ടാവില്ല, നിങ്ങൾ അനുഭവിക്കുന്ന ക്ലൈമറ്റിൽ കാലാവസ്ഥയിൽ ബറക്കത്തുണ്ടാവില്ല, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ടാവില്ല, നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ടാവില്ല, നിങ്ങളുടെ കൃഷികളിൽ ബറക്കത്തുണ്ടാവില്ല, നിങ്ങളുടെ കച്ചവടങ്ങളിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരൂല. ഭൂമിയിൽ നിന്ന് അല്ലാഹു ബറക്കത്ത് ഉയർത്തുകയാണ്. കച്ചവടം എത്ര ചെയ്താലും ഒരു സന്തോഷവും അഭിവൃദ്ധിയോ വരുത്തില്ല, മനസ്സിനൊരു സ്വസ്ഥത വരുത്തില്ല, സമാധാനം വരുത്തില്ല, നല്ല ഒരു അന്തരീക്ഷം നിനക്ക് കിട്ടില്ല. കച്ചവടത്തിൽ നിന്ന് അല്ലാഹു ക്രമേണ ബറക്കത്ത് ഉയർത്തുകയാണ്. അതുപോലെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് ഉയർത്തും. ബറക്കത്ത് എല്ലാത്തിനും ഉയർത്തും. ഭൂമിയിൽ നിന്ന് അല്ലാഹു ബറക്കത്ത് ഉയർത്തും എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാത്തിൽ നിന്ന് അല്ലാഹു ബറക്കത്ത് ഉയർത്തും. കന്നുകാലികളിൽ നിന്ന്, നിങ്ങളുടെ ആടുകളിൽ നിന്ന്, മാടുകളിൽ നിന്ന്, പക്ഷികളിൽ നിന്ന്, കോഴികളിൽ നിന്ന് വേണ്ട, നിങ്ങളുടെ കച്ചവടങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന്, നിങ്ങളുടെ സകല കാര്യങ്ങളിൽ നിന്ന്, കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് അല്ലാഹു ബറക്കത്തിനെ ഉയർത്തിക്കളയും.
കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ബറക്കത്തിന് ഉയർത്തുകളയും. അങ്ങനെ ബറക്കത്തങ്ങ് മാറിയാൽ പിന്നീട് എല്ലാ രോഗം, എന്ത് കഴിച്ചാലും രോഗമാ, എന്ത് കഴിച്ചാലും നിങ്ങൾക്ക് അസ്വസ്ഥതയാ. പലരും പറയുന്നു എനിക്കതൊക്കെ കഴിക്കണമെന്നുണ്ട്, കഴിക്കാൻ പറ്റുന്നില്ല. കഴിക്കുന്നത് തന്നെ രോഗമായി പോവുകയാണ്. ഇങ്ങനെ ഒരു കാലഘട്ടം, അത് പച്ചക്കറിയാണെങ്കിലും മാംസമാണെങ്കിലും എന്താണെങ്കിലും അല്ലാഹു ഭൂമിയിൽ നിന്ന് ബറക്കത്തിനെ ഉയർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാ. ബറക്കത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതിരൂക്ഷമായ വിലക്കയറ്റം. ചിന്തിച്ചു, ഒരു വസ്തു കടലുൽപ്പന്നം മേടിക്കണ്ട, കായലുൽപ്പന്നം മേടിക്കണ്ട, പ്രകൃതി വിഭവങ്ങൾ മേടിക്കണ്ട, കൃഷി സാധനങ്ങൾ മേടിക്കണ്ട, എല്ലാത്തിനും മുടിഞ്ഞ വില എന്ന് വേണമെങ്കിൽ പറയാം. മാർക്കറ്റിൽ കയറിയിട്ട് പലരും നെഞ്ചത്തടിച്ചോട്ട് നെഞ്ചത്തടഞ്ഞ് ഇറങ്ങി വരുന്ന ഭീതിതമായ അവസ്ഥ ഇന്നും നമ്മൾ കണ്ടതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനകത്ത് പിന്നെ ഭരണത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രതിപക്ഷത്തെ കുറ്റം പറയണ്ട, ഭരണപക്ഷത്തെ കുറ്റം പറയണ്ട. അത് അങ്ങനെ വലിച്ചെന്നുണ്ട്. ഇല്ല. ഭൂമിയിൽ നിന്ന് ബറക്കത്തിനെ അല്ലാഹു ഉയർത്തുന്നതിന്റെ തെളിവാണത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിലക്കയറ്റം, അങ്ങനെ രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞ് നമ്മളൊക്കെ കടുത്തപ്പാൻ നിൽക്കരുത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് അല്ലാഹു ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി കൊണ്ട് നീ ചിന്തിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഭൂമിയിൽ നിന്ന് അല്ലാഹു ക്രമേണ ബറക്കത്തിനെ ഉയർത്തുന്നു എന്നതിന്റെ തെളിവാണ് വിലക്കയറ്റം. അതിരൂക്ഷമായ ജലപ്രളയങ്ങൾ, മിന്നൽ പ്രളയങ്ങൾ. ഭൂമിയിൽ നിന്ന് അല്ലാഹു ബറക്കത്ത് ഉയർത്തി. ഭൂമിയിൽ അല്ലാഹു തരുന്നത് മഴ, ആ മഴയിൽ അല്ലാഹു ബറക്കത്ത് ഉയർത്തും. പെട്ടെന്ന് മഴ വരും, അല്ലാഹു എടുത്ത് തരിക്കുന്നത് പോലത്തെ മഴ. ആ മഴ കൊണ്ട് മനുഷ്യർ അല്ലാഹു ഉപകാരപ്പെടുത്തില്ല. ആ മഴ ഇങ്ങനെ പെയ്തു, അതൊക്കെ ഒഴുകിപ്പോയി. കിണറ്റിൽ വെള്ളമില്ല, പുഴയിൽ വെള്ളമില്ല, അത് വന്ന വഴിക്ക് അതങ്ങ് പോയി. മെഗാപ്രളയം, കുറെ ആളുകൾ അതിന്റെ കൂടെ മരിച്ചു പോകുന്നതല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഴ കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല. ആ മഴ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ദുഃഖങ്ങളായിരിക്കും ഭൂമിയിൽ ഉണ്ടാകുക. ഇന്ത്യയുടെ ഓരോ പ്രദേശങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയും അങ്ങനത്തെ പ്രളയം, അതൊരു മിന്നൽ പ്രളയം. ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെ ഈസിയായിട്ട് കളയല്ലേ? കളയാനുള്ളതല്ല. അല്ലാഹു ബറക്കത്തിനെ ഉയർത്തുന്നതിന്റെ തെളിവുകളാണ് ഈ കാണിച്ചു തരുന്നത്. അതുപോലെ ചൂട്, അതിഭീകരമായ ചൂട്. അല്ലാഹു എന്തൊരു ചൂടാണ്! 56 ഡിഗ്രി സെൽഷ്യസ് വരെ ഹജ്ജിന് ചൂടായപ്പോ പല ഹാജിമാരും, അനധികൃതമായി കടന്നു വന്ന ഹാജിമാരും പലരും കുഴഞ്ഞു വീണ് മരിക്കേണ്ടി വന്നു. അനധികൃതമായി കടന്നു വന്നവരാ. സർക്കാരിന്റെ അനുമതിയില്ലാതെ ഒളിഞ്ഞു കയറി വരുന്ന ഹജ്ജാജികളുണ്ട്. ഹജ്ജ് ചെയ്യാനുള്ള കൊതി കൊണ്ടാണ് അവർക്ക് അവിടെ പരിരക്ഷ ലഭിക്കുകയില്ല. ആരെങ്കിലും രക്ഷിക്കാൻ ചെന്നാൽ പിന്നെ പോലീസ് വന്നിട്ട് ഇയാളെ കൂടെ പിടിച്ചോണ്ടു പോകും. തിരിഞ്ഞു നോക്കിയ പോലീസ് പിടിക്കും. എന്ത് ഇയാളുടെ കൂടെ, ഇയാൾ എങ്ങനെ വന്നു, ഇയാളെ ആരാണ്? പിന്നെ എല്ലാത്തിനും മറുപടി പറയണം. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. ഇവിടെ ചില സോഷ്യൽ മീഡിയയിൽ ചില പെരിച്ചാഴികളെന്ന് ആഘോഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യമൊന്നും അറിയില്ല. എന്തുമാകട്ടെ, അതുകൊണ്ട് ചൂട്, അതിശക്തമായ ചൂട് റമദാനിലൊക്കെ നമ്മൾ അനുഭവിച്ചതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? എന്തുകൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ സംഭവിച്ചു? നിങ്ങൾ എന്ത് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയും അത് കുംഭമാസത്തിലെ ചൂടല്ലയോ? കുംഭമാസത്തെ നമ്മുടെ ഉപ്പാപ്പമാരൊക്കെ കുംഭമാസത്തിൽ ജീവിച്ചില്ലേ? അവരുടെ മുന്നിലൂടെ കുംഭമാസം കടന്നു പോയില്ലേ? എന്ത് സംഭവിച്ചു? അതിഭീകരമായ ചൂട്. ഭൂമിയിൽ നിന്ന് അല്ലാഹു ബറക്കത്തിനെ ഉയർത്തുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രണ്ടാമതായി ചുരുക്കി പറയട്ടെ, രണ്ടാമതായി മുഹമ്മദ് റസൂൽ എന്ന് പറയുകയാണ് ഭൂമിയിൽ നിന്ന് ഉയർത്തുന്നത്. ഖിയാമത്ത് നാളാകുമ്പോ ഭൂമിയിൽ നിന്ന് ഉയർത്തുന്ന രണ്ടാമത്തെ കാര്യം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ലജ്ജ നിശേഷം നീക്കിക്കളയും. പെണ്ണുങ്ങളിൽ നിന്ന് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ പിന്നെ സൗന്ദര്യമാണ് ഏത്? ലജ്ജ എന്ന് പറയുന്നത്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് ലജ്ജ. അതില്ലെങ്കിൽ പിന്നെ അവളെ ചവറാണ്. പിന്നെ അവിടെ എന്തിനു കൊല്ലാം? ലജ്ജ. അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, ഭൂമിയിൽ നിന്ന്, സ്ത്രീകളിൽ നിന്ന് അല്ലാഹു ലജ്ജ മെല്ലെ അതങ്ങ് എടുത്തു കളയും. ഇത് കണ്ടാൽ അർത്ഥനഗ്നകളായി പെണ്ണുങ്ങളെ നിങ്ങൾക്ക് കാണാം, നഗ്നകളായിട്ട് കാണാം, തുണി ഉടുക്കാത്ത പെണ്ണുങ്ങളെയും കാണാം. എന്തിനധികം ഒരു കല്യാണ വേദിയിൽ ചെന്നാൽ ഫ്രണ്ടിൽ
അഹങ്കാരങ്ങളിൽ നിന്ന് പെണ്ണുങ്ങൾ ഇരിക്കില്ല. നിങ്ങൾക്കറിയാലോ, അത് ഓർക്കും. തലാഴ്ച കാരണവന്മാരുണ്ടല്ലോ, ചോദിച്ചു നോക്കും ചെറുപ്പക്കാര്, ഒരു പെണ്ണും ഇരിക്കില്ല എന്നോ. എന്താ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാലോ, എന്നെക്കാൾ കൂടുതൽ അറിയുന്നവരല്ലേ നിങ്ങൾ. അനുഭവിച്ചു നോക്കൂ, എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു. ലജ്ജപ്പെട്ടിങ്ങളിൽ നിന്നും കുറേശ്ശെ അല്ലാഹു ഊരുന്നതിന്റെ തെളിവാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്നിപ്പോ കണ്ടില്ലേ, വടക്കൊരു കല്യാണം നടന്നിട്ട് കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ പെണ്ണിനെ സ്വന്തം മകളെ ഇരുത്തിയിട്ടെത്തിയ വാപ്പയും ഉമ്മയും കൂടെ കളിക്കുകയാണ്, ഡാൻസ് ചെയ്യുകയാണ്. സമുദായോട് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരും, വാപ്പയും ഉമ്മയും പുതിയമ്മിനെ ഇരുത്തിക്കൊണ്ട്, സ്വന്തം മകളാകുന്ന പുതിയമ്മിനെ ഇരുത്തിക്കൊണ്ട് വാപ്പയുടെ ഉമ്മയുടെ ഡാൻസ്. എന്ത് ഓഡിയൻസ് ആണ് അത് കാണാൻ. എവിടെ എത്തി സമുദായം? നിങ്ങൾ ആലോചിക്കണം. എന്തൊക്കെ തോന്നിവാസങ്ങളെ സമുദായം കാട്ടിക്കൊണ്ടുന്നത്. ലജ്ജനിശേഷം എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങളിൽ നിന്ന് നീങ്ങി 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 അവസാനം ഏത് കാര്യത്തിലും പെണ്ണ് തെരുവിലിറങ്ങുകയും, അല്ലാഹുവേ, അർദ്ധനഗ്നകളായി പൂർണ്ണനഗ്നകളായി പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചോ. ലോകത്തിന്റെ കത്ത പോകാൻ സമയമായെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമതായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏറ്റവും കൂടുതൽ സമൂഹം നശിക്കുന്നത് പെണ്ണ് പുറത്തിറങ്ങുമ്പോഴാണ്. പ്രത്യേകിച്ച് നഗ്നകളായിട്ടും പൂർണ്ണനഗ്നകളായിട്ടും പെണ്ണുങ്ങൾ ഇറങ്ങിയാൽ പിന്നെ ചെറുപ്പക്കാരുടെ അവസ്ഥയെന്താ? ചെറുപ്പക്കാരുടെ അവസ്ഥയെന്താ? സമൂഹത്തിന്റെ അവസ്ഥയെന്താ? എല്ലാം ദുഷിച്ച് മാറിപ്പോകും. അങ്ങനെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഈമാനുള്ള ചെറുപ്പക്കാരെ സൂക്ഷിച്ച് ജീവിച്ചാൽ 100 രക്തസാക്ഷികളുടെ പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു തരും. ഇല്ലേ, നാറിപ്പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമതായി അല്ലാഹുവിന്റെ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. മൂന്നാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നത് ഖിയാമത്ത് നാളാകുമ്പോ ഭൂമിയിൽ നിന്ന് അല്ലാഹു ക്രമേണ ഉയർത്തുന്ന മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, വിശ്വസ്തതയാണ്, അമാനത്താണ് വിശ്വസ്തത. ഒരു അറാബിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ കടന്നു വരികയാണ്. നബിയെ, മത്തസ്സാഅ, ഈ ഖിയാമത്ത് നാളെന്ന് പറഞ്ഞ് തങ്ങൾ പഠിപ്പിച്ചല്ലോ, അത് എപ്പോഴാണ് നബിയെ ഈ ലോകം അവസാനിക്കുന്നത്? ഈ സമയത്ത് പ്രവാചകൻ പറയുന്നു, ഇദാ ളുയ്യഅത്തിൽ അമാന ഫന്തദിരിസ് സാഅ. ലോകത്ത് വിശ്വസ്തത, വിശ്വാസം നഷ്ടപ്പെടുന്ന കാലഘട്ടം വന്നാൽ ഒന്നിനും ആർക്കും വിശ്വാസമില്ല. സ്വന്തം ഭർത്താവിന്, ഭാര്യയ്ക്ക് വിശ്വാസമില്ല, അപ്പയെ ഉമ്മയ്ക്ക് വിശ്വാസമില്ല, ചേട്ടന് അനിയന് വിശ്വാസമില്ല. എന്തിനധികം രാഷ്ട്രീയത്തിൽ പോലും ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലഘട്ടം വന്നാൽ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ. നിങ്ങൾ വലിയ വിശ്വസ്ത സ്ഥാപനം എന്ന് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം അവിശ്വാസത്തിന്റെ കേന്ദ്രമായി വരുന്ന ഒരു കാലഘട്ടം വന്നാൽ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ ഓർത്തു നോക്കൂ. ഇന്ത്യ രാജ്യത്ത് നമ്മളൊക്കെ ഇത്രയും നാൾ വളരെയധികം ആവേശത്തോടെ കരുതിയിരുന്ന നീറ്റ്, ARF, നെറ്റ് പരീക്ഷകളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ ഏറ്റവും വലിയ വിശ്വസ്തമായ ഒരു പരീക്ഷയായിട്ടാണ് നമ്മൾ നീറ്റിനെ കണ്ടിരുന്നത്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, നീറ്റ് പരീക്ഷ നമ്മൾ അങ്ങനെയാണ് കണ്ടിരുന്നത്. നെറ്റ് പരീക്ഷ അങ്ങനെയാണ് കണ്ടിരുന്നത്. ARF പരീക്ഷകളെ നമ്മൾ അങ്ങനെയാണ് കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നീറ്റിന്റെ അവസ്ഥ എന്താ? 23 ലക്ഷം മക്കള് നീറ്റിനുമായിട്ട് നടക്കുകയല്ലേ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ. ആരാണ് ഇതിന് സമാധാനം? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്ത് വിശ്വസ്തതയാണുള്ളത്, എന്ത് വിശ്വസ്തതയാണുള്ളത്. ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നീറ്റ് പരീക്ഷയിൽ 61 റാങ്ക്. എത്ര റാങ്ക്? 61 പേർക്ക് 1 റാങ്ക് നീറ്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കണം, വിശ്വസ്തത തകരും. മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഗവനിക്കണം. കണ്ടോ, ജൂൺ 14 മാത്രമാണ് ഈ നീറ്റിന്റെ പരീക്ഷ, അതിന്റെ റിസൾട്ട് പുറത്തു വരുന്നത് എന്നാണ് എത്ര നമ്മളൊക്കെ വായിച്ചത്. പക്ഷേ ജൂൺ 4 ആ പരീക്ഷ റിസൾട്ട് പുറത്തു വന്നു. എന്തിനാണ്? ഇവിടെ നടന്ന ക്രമക്കേടുകൾ, കള്ളത്തരങ്ങൾ. ജൂൺ 4 എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഇലക്ഷന്റെ റിസൾട്ടാണ്. അന്ന് എല്ലാവരും ഇലക്ഷന്റെ കാര്യത്തിൽ അങ്ങ്
പോകുമല്ലോ, എല്ലാവരും പിന്നെ ആ സ്ഥാനാർത്ഥിയുടെ ലീഡ്, ഈ സ്ഥാനാർത്ഥിയുടെ ലീഡ് ഇതും നോക്കി നിൽക്കുമെന്നുള്ള ചിന്തയിൽ ഇതങ്ങ് അട്ടിമറിഞ്ഞു പോകുമെന്നായിരുന്നു നീറ്റിൽ ക്രമക്കേട് കാണിച്ച് കോടികൾ വാങ്ങിയ കള്ളന്മാർ വിചാരിച്ചത്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ജൂൺ 4 പ്രഖ്യാപിച്ചു 61 പേർക്ക് 1ാം റാങ്ക്. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ? ഭാവിയിൽ ഈ ആളുകളൊക്കെ യഥാർത്ഥത്തിൽ +2 തുച്ഛമായ മാർക്ക് മേടിച്ച ഒന്നിനും കൊള്ളാത്ത ആളുകളൊക്കെ 1ാം റാങ്കുമായിട്ട് നീറ്റിൽ ഇങ്ങനെ വളരെയധികം പ്രസിച്ച് നിൽക്കുമ്പോ എന്റെ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഭാവിയിൽ ഇവരൊക്കെ ഡോക്ടറായിട്ട് കൊണ്ട് വരുമ്പോ സമൂഹത്തിൽ വരാൻ പോകുന്ന അസ്വസ്ഥതകൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരെ വിശ്വസിക്കും? ആരെ വിശ്വസിക്കും? ആർക്കും ആരെയും വിശ്വസിക്കാൻ വയ്യ. വലിയ മതേതരത്വവും ജനാധിപത്യവും പറഞ്ഞു നടന്ന ഇന്ത്യയുടെ ഭരണഘടന വളരെയധികം നെഞ്ചോട് ചേർത്ത് വെച്ച പലരും ഇന്നും ഭരണഘടന തകർക്കാൻ ഫാസിസത്തിന്റെ കൂടെ ഒട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചോ ബഹുമാൻ ഇങ്ങനെ ചെയ്യുമെന്ന്? നിങ്ങൾ വിചാരിച്ചോ? അതേ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടും. ഈ 3 കാര്യങ്ങൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നത് കണ്ടാൽ ഈ ലോകത്തിന്റെ കഥ മോദിക്കോ, ഈ ലോകം അവസാനിക്കും. പിന്നീട് ഈ ലോകത്തിന് അല്ലാഹു നിലനിർത്തുകയില്ല. നീതിയുടെ എവിടെയാണ് ഇന്ന് നീതിയുള്ളത്? കോടതികളുടെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെക്കാൾ നിങ്ങൾക്കറിയാം. ഭരണഘടന, രാജ്യത്തിന്റെ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ നിങ്ങൾ നോക്ക്, എവിടെയാണ് നീതിയുള്ളത്? ലോക കോടതി നിങ്ങൾ നോക്ക്. ഇസ്രയേൽ എന്ന് പറയുന്ന ജൂത പെരിച്ചാഴികൾ, ചെന്നായികൾ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുമ്പോ ആ ചെന്നായികളുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി തോന്നിവാസമാണ് കാണിക്കുന്നതെന്ന് പറയാൻ ലോക കോടതിക്ക് സാധിച്ചിട്ടുണ്ടോ? വേൾഡ് ജുഡീഷ്യറിക്ക് സാധിച്ചിട്ടുണ്ടോ? യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷന്റെ സെക്യൂരിറ്റി കൗൺസിലിന് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. എന്തേ? ലോകത്ത് നീതി ഇല്ലാതാകും, വിശ്വസ്തത ഇല്ലാതാകും, പെണ്ണുങ്ങളിൽ നിന്ന് ലജ്ജ ഇല്ലാതാകും. അല്ലാഹുവേ, എന്നിട്ട് ഭൂമിയിൽ ബറക്കത്തില്ലാതാകും. ഇത് ലോകത്തിന്റെ അവസാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഇതൊക്കെ എപ്പോഴും സ്മൃതി പദങ്ങളിൽ ഉണ്ടാകണം. അതനുസരിച്ച് ഞാനിനി കൂടുതൽ നാളൊന്നും ഈ ലോകത്തില്ല, എനിക്ക് ഇബാദത്ത് ചെയ്ത് രക്ഷപ്പെടണം എന്നൊരു ചിന്ത നല്ല രീതിയിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. അതനുസരിച്ച് ഫർദ് നിസ്കാരത്തിൽ നമ്മൾ കൃത്യത പുലർത്തണം. അതിനുശേഷമുള്ള സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്തുകൾ, അതിന്റെ മുഅക്കദായ സുന്നത്തെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിച്ച് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുക. എന്നിട്ട് കാമിലാച്ചവനെ ഈമാനോടുകൂടി ഈ ലോകത്തിൽ നിന്ന് വിട പറയണം. അധികകാലമൊന്നും ജീവിക്കാൻ ഈ ഭൂമിയിൽ ഇനി പറ്റില്ല. അത്രത്തോളം മലീമസമായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു.